നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ കവിത മമ്മായിൽ തെക്കന്മാർ. ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്നിവിടെ എഗ്ലെസ് ഗീ കേക്ക് കൊണ്ട് ഒരു തൃക്കാക്കരപ്പനെയാണ് ഉണ്ടാക്കുന്നത്. ഓണത്തിൻ്റെ തിരുവോണ നാളിൽ അരിക്കോലമിട്ട് വാഴയിലയിൽ നമ്മൾ മണ്ണുകൊണ്ടുള്ള തൃക്കാക്കരപ്പനെ വെച്ച് പൂജിക്കുന്നു. എന്നാൽ നമ്മൾ ഇന്നിവിടെ ഒരു എഡിബിളായ തൃക്കാക്കരപ്പനെ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതൊക്കെയാണ് നമുക്ക് ഗീ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. 1 കപ്പ് മൈദ, 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് വീതം പാലും നെയ്യും, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ്, 1 ടീസ്പൂൺ വെനില എസൻസ്, 2 ടേബിൾ സ്പൂൺ വിനിഗർ. ഇത് നമ്മൾ മുട്ടയ്ക്ക് പകരമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ കൂടി നമുക്ക് മിക്സ് ചെയ്ത് 350 ഡിഗ്രി ഫാരനൈറ്റ് അല്ലെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഗീ കേക്ക് ഇവിടെ ബേക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. തൃക്കാക്കരപ്പനെ കട്ട് ചെയ്ത് ഉണ്ടാക്കേണ്ടത് കൊണ്ട് ഞാനൊരു സ്ക്വയർ പാത്രത്തിൽ കുറച്ച് ഫ്ലാറ്റായി വരുന്ന വിധത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് പുറത്തെടുത്ത് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. കേക്ക് തണുത്തതിന് ശേഷം ഞാനിവിടെ ഒരു സിലിക്കോൺ മാറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫ്ലാറ്റ് സർഫസിൽ വെച്ച് നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് സ്റ്റാക്ക് ചെയ്ത് വെക്കുമ്പം നല്ല ലെവലായി നിൽക്കാൻ ഈ കട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്യാം. അങ്ങനെ ഇതിൻ്റെ മുകളിലത്തെ ലെയർ നമ്മൾ കട്ട് ചെയ്തെടുത്തു. കേക്കിന് നല്ല ഫ്ലാറ്റ് സർഫസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എഡ്ജസ് ഒന്ന് വെട്ടാം. ഇനി തൃക്കാക്കരപ്പൻ്റെ ഷേപ്പ് മനസ്സിലോർത്ത് ആ ഒരു കോൺ ഷേപ്പിൽ നമുക്കിതിനെ ആക്കിയെടുക്കണം. ഞാനിവിടെ സ്ക്വയർ പീസുകൾ പല സൈസിലുള്ളത് കട്ട് ചെയ്ത് അത് സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടാണ് ആ ഷേപ്പ് ആക്കാൻ പോകുന്നത്. കുറച്ച് എക്സ്ട്രാ വലുപ്പത്തിൽ നമുക്കത് കട്ട് ചെയ്യാം. കാരണം പിന്നീട് നമുക്കത് സൈഡ്സൊക്കെ ചെത്തി ഷേപ്പാക്കാനുള്ളതാണ്. ഇത് ബേസാണ്. അപ്പം അതിനേക്കാളും കുറച്ച് ചെറുതായിട്ട് അടുത്ത പീസ് കട്ട് ചെയ്യാം. നമ്മൾ ഉദ്ദേശിക്കുന്ന വലുപ്പത്തിലുള്ള തൃക്കാക്കരപ്പൻ്റെ ആ ഒരു ഹൈറ്റിന് കണക്കായിട്ട് നമുക്ക് കേക്ക് മുറിച്ചെടുക്കാം. ഇവിടെ നമുക്ക് ഏകദേശം ഒരു തൃക്കാക്കരപ്പൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് ആ ഷേപ്പ് പെർഫെക്റ്റ് ആക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു സ്ക്യൂവർ ഇതിനകത്ത് വെച്ച് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യിക്കാം. ഇതിൻ്റെ ഹൈറ്റ് കറക്റ്റായി വെച്ചതിന് ശേഷം ഒരു ചെറിയ പീസ് മുകളിൽ വെച്ച് കട്ട് ചെയ്യാം. നമുക്ക് എടുക്കാനൊക്കെ ഒരു എളുപ്പത്തിനും പിന്നെ ലാസ്റ്റ് ഒരു കുഞ്ഞി പീസ് മുകളിൽ വെക്കാണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിനെ ഒരു ട്രേയിലേക്ക് മാറ്റാം. ഇതിനെ നമുക്കിനി കത്തി വെച്ച് ആ ഷേപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു സ്ലാൻഡിങ് ഷേപ്പിലാണ് നമ്മളിതിനെ കട്ട് ചെയ്യേണ്ടത്. ഒരുപാട് സോഫ്റ്റായ കേക്ക് ആകുമ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കത്തി ചെരിച്ച് വെച്ച് നമുക്ക് ഈ ഷേപ്പ് ആക്കാം. അതിനുശേഷം എല്ലാ സൈഡ്സും ഒന്ന് സ്മൂതൻ ചെയ്തെടുക്കാം.
ഇനി നമുക്ക് നമ്മുടെ തൃക്കാക്കരപ്പനെ ആ ഒരു തൃക്കാക്കരപ്പൻ്റെ കാവി കളർ വെച്ചിട്ട് അല്ലെങ്കിൽ മണ്ണിൻ്റെ കളർ വെച്ച് ഐസ് ചെയ്തെടുക്കാം. 1:3 റേഷ്യോയിൽ ബട്ടറും പൗഡേർഡ് ഷുഗറും ഇട്ടിട്ടാണ് ഞാൻ ഈ ബട്ടർ ക്രീം തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ കുറച്ച് ഓറഞ്ച് ഫുഡ് കളർ ആഡ് ചെയ്തു. അങ്ങനെ നമുക്ക് ആ മണ്ണിൻ്റെ കളർ കിട്ടി. ഇനി ഇത് നമുക്ക് ഈ തൃക്കാക്കരപ്പൻ്റെ മേൽ ഐസ് ചെയ്തെടുക്കാം. ഈ തൃക്കാക്കരപ്പന് മറ്റ് കേക്കുകളിൽ നിന്നുള്ള മെയിൻ ഡിഫറൻസ് അതിൻ്റെ എഡ്ജസ് ആണ്. ഒരു റൗണ്ട് കേക്ക് പോലെയല്ല, അത് ഐസ് ചെയ്തെടുക്കുമ്പം അതിൻ്റെ ഷാർപ്പ് എഡ്ജസ് നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് പീസ് കൂടി വയ്ക്കാം. ഇതിനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഈ ഐസിങ് ഒന്ന് കട്ടിയാവുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം രണ്ടാമത് ഒരു ലെയർ കൂടി ഐസിങ് കൊടുക്കണം. അപ്പോഴേ അതിന് ആ ഒരു നീറ്റ് ലുക്ക് വരുള്ളൂ. ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. തൃക്കാക്കരപ്പനെ ഒരു തവണ ഐസ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. അതിനുശേഷം ഞാൻ ഒരിക്കൽ കൂടി ഐസ് ചെയ്ത് നല്ല സ്മൂത്താക്കി എടുത്തു. ഇത് കുറച്ച് പൗഡേർഡ് ഷുഗറും പാലും മിക്സ് ചെയ്തതാണ്. ഇത് നമ്മൾ അരിപ്പൊടി തൃക്കാക്കരപ്പിന് മുകളിലായിട്ട് ഒഴിക്കുന്ന ഒരു ട്രഡീഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിന് പകരമായിട്ട് ഈ പൗഡേർഡ് ഷുഗറും പാലും കൂടി ആക്കിയത് നമുക്കിതിന് മുകളിലായിട്ട് ഒഴിക്കാം. ഇനി ഇതേ റെസിപ്പി വെച്ച് ഞാൻ മറ്റ് 2 തൃക്കാക്കരപ്പനെ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഈ ഇലയിലേക്ക് വയ്ക്കാം. അങ്ങനെ ഞാനിവിടെ ഗീ കേക്ക് കൊണ്ടുണ്ടാക്കിയ 3 തൃക്കാക്കരപ്പനെയും അരിപ്പൊടിക്ക് പകരം പൗഡേർഡ് ഷുഗറൊക്കെ ഒഴിച്ച് ഇവിടെ ഇലയിൽ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ എഡിബിൾ തൃക്കാക്കരപ്പനെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഓണം ആശംസിക്കുന്നു. അടുത്ത തവണ വീണ്ടും വ്യത്യസ്തമായ ഒരു റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.